കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ മകൻ പിതാവിനെ ആക്രമിച്ചു എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. വെഴുപ്പൂർ സ്വദേശി അശോകനാണ് മർദ്ദനമേറ്റത്. മകൻ നന്ദു കിരൺ കസ്റ്റഡിയിലായിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, നേരത്തെ ഈ സ്വഭാവത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന ഘട്ടത്തിൽ ഒരു വലിയ നടുക്കം നമുക്കൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അമ്മയെ തല്ലുന്ന മകൻ, അച്ഛനെ കൊലപ്പെടുത്തുന്ന മകൻ, അച്ഛനെ മർദ്ദിക്കുന്ന മകൻ എന്നുള്ള രീതിയിലൊക്കെ ദിവസവും വാർത്തകൾ വരികയാണ്. എല്ലായിടത്തും വില്ലനായി മാറുന്നത് ലഹരിയാണ്. ഇവിടെ കോഴിക്കോട്ട് സംഭവിച്ചത് എന്താണ് നിഖിൽ പ്രമേഷ്? ഇന്നലെ ഈ നന്ദു എന്ന മകൻ വീട്ടിലെത്താൻ വൈകിയതിനെ തുടർന്ന് പിതാവ് അശോകൻ ഈ വൈകിയതിനെ ശകാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം സമയം വൈകുന്നത് വീട്ടിലെത്താൻ എന്ന് ചോദിച്ച് ഈ വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തിരുന്നു. ഇതാണ് പ്രകോപന കാരണമായത്. ഓടിക്കൂടിയ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴും ഈ യുവാവിന്റെ പിതാവിനോടുള്ള ദേഷ്യം അത് തുടരുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പിതാവിനെ യുവാവ് എറിഞ്ഞു. ഇതേ തുടർന്ന് ഈ പിതാവിന് മുറിവേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ രാസലഹരി അടക്കം ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രദേശത്ത് പല യുവാക്കളും ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ അടക്കം പിടിയിലാണെന്നും ശാശ്വതമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യവുമാണ് ഉന്നയിക്കുന്നത്. ഈ പിതാവ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരാതിയിൽ പോലീസ് ഇതിനോടൊപ്പം തന്നെ കേസെടുത്തിട്ടുണ്ട്. അപ്പോഴും തന്റെയോ മകന്റെയോ ഫോട്ടോ പുറത്തുവിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം വിഷമത്തോട് കൂടിയിട്ടായിരിക്കും ആ പിതാവ് ആ പരാതി നൽകിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ലഹരിയിൽ അമരുന്ന യുവത്വം ഇത്തരത്തിൽ സ്വന്തം മാതാപിതാക്കളെ പോലും ആക്രമിക്കുന്ന സാഹചര്യം അത്യന്തം സമൂഹത്തിന് ദോഷകരമാണ്. അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുകൂടി യുവാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും താമരശ്ശേരി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.